ഫോർത്ത് സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിലെ 2017 അഡ്മിഷൻ്റെയാണ് മാറുന്ന മലയാളം എന്നുള്ള പാഠഭാഗമാണ് അവതരിപ്പിക്കുന്നത്. അത് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായരുടെ ഒരു ലേഖനമാണ്. സ്വനവിജ്ഞാനം, വിവർത്തനത്തിൻ്റെ ഭാഷാശാസ്ത്ര ഭൂമിക തുടങ്ങിയിട്ടുള്ളവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. മലയാള ഭാഷയുടെ ആധുനീകരണവും മാനകീകരണവും ലക്ഷ്യം വെച്ച് നിരവധി ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ലേഖനങ്ങളിൽ നിന്ന് മലയാള ഭാഷാ സംവിധാന പ്രസക്തമാണെന്ന് തോന്നിയിട്ടുള്ള ഏതാനും ലേഖനങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് മലയാളിയോളം എന്നുള്ള പുസ്തകം കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ആ പുസ്തകം. അപ്പോൾ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറൽ എഡിറ്ററായ MR തമ്പാൻ എഴുതിയിട്ടുള്ളത് മലയാളിയോളം എന്ന് പറയുമ്പോൾ മലയാളിക്കു വേണ്ടിടത്തോളം വളരാൻ മലയാളത്തിന് ഒരു വൈഷമ്യവുമില്ലെന്നും എന്നാൽ മലയാളിക്ക് വേണ്ടിടത്തോളമേ മലയാള ഭാഷ വളരൂ എന്നും അർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു ആമുഖമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 നാട്ടിലെ 100 ഭാഷ എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് മലയാള ഭാഷയിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം അതിന് ഉണ്ണായി വാര്യരുടെയും CVയുടെയും കൃതികളിലെ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്ത് കാണിച്ചിട്ടുണ്ട് ലേഖനത്തിൽ. അതുപോലെ തന്നെ 12ാം നൂറ്റാണ്ടിലുണ്ടായ രാമചരിതത്തിലുള്ള ഭാഷയുടെ ചില പ്രത്യേകതകൾ 15ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള കൃഷ്ണഗാഥയുടെ കാലത്തെത്തുമ്പോൾ മാറുന്നതായിട്ടും അദ്ദേഹം പറയുന്നു. എന്നാൽ അന്ന് അവരുപയോഗിച്ചിരുന്ന പല പദങ്ങളും ഇന്നത്തെ മലയാളിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് പുതിയ കാലഘട്ടത്തിലെ പുതിയ വാക്കുകൾ രൂപപ്പെടുന്നു. പഴയ തലമുറയ്ക്ക് ആ വാക്കുകളെക്കുറിച്ച് അറിയാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ